ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റ് സ്റ്റേഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടാണ്. 20-ാം തീയതി നമ്മൾ തുടങ്ങിയത്. അപ്പോൾ 21-ാം തീയതി നമ്മൾ ആദമിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിന് ഒരു ദിവസം മുന്നെയാണ്, ആദമിനെ പ്രസവിക്കുന്നതിന് ഒരു ദിവസം മുന്നെയാണ് നമ്മൾ വീഡിയോ ഇട്ടത്. പിന്നെന്താ പറയുക, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മൾ 6,90,000 സംതിങ് ആയി അല്ലേ? ഓക്കെ, 7 ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കുറച്ച് കേക്ക് വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്ത് ചെറിയൊരു രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാവർക്കും ഇന്ന് ട്രീറ്റ് കൊടുക്കാം. വീഡിയോൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസറെ, കമൻറ്റ് ഫോക്കസ് ചെയ്യുന്നില്ല ചില കാര്യം. അപ്പോൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ കാണിച്ചോ. ഇതുണ്ടാ ഓറഞ്ച് ഉണ്ടോ? ഓറഞ്ചിൽ വലുതായി. നമ്മൾ പറയുമ്പോൾ ആ സ്ഥലത്തേക്ക് തന്നെ ഒന്ന് ക്യാമറ കൊണ്ടുപോകണേ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞില്ല. അപ്പോൾ അതിന് കാര്യമായിട്ടൊരു പരിഗണന കൊടുക്കണതാ. അയ്യോ മുള്ളു കയറി അയ്യോ. ഓക്കെ, പിന്നെ ഓറഞ്ച് നാരങ്ങൻ്റെ എല്ലാം പുറത്ത് മറ്റേ മുള്ളുണ്ടാവും, എല്ലാം സ്വാഭാവികമാണ്. ഇതണ്ടാ, ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളത് തന്നെ. എന്താ ഓക്കെ, നല്ല വെയിറ്റും ഉണ്ട്. ഓക്കെ, കുറേ എണ്ണം ഉണ്ടേ. ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതാ കുറേ പൂവിട്ടിതാ. ഇതിനൊന്നും ഇങ്ങോട്ട് കാണിച്ചിട്ടാ. ഇതാ ഇടുക, ഒരുപാട് പൂവിട്ടിട്ടുണ്ട് കേട്ടാ. ഞാനിപ്പോൾ വന്ന ഓറഞ്ച് പിടിക്കുമെന്ന് നമുക്ക് തോന്നുന്നു. പൊളിക്കൂലേ? അതുപോലെ നമ്മളെ ബോഗൻവില്ലയിലും അത്യാവശ്യം കയറി വരുന്നുണ്ട് കേട്ടോ. വെയിലിൽ പുറത്ത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അതെന്നേ ഉള്ളൂ. ബാടാ ബാ എന്നാ കഴിച്ചോ. ഓക്കെ, ഒന്ന് വലിയ അടിച്ചു വരുന്ന സമയം ഉണ്ടാവുന്നേ. അപ്പം നമുക്ക് സ്വാനിന് കൊടുക്കാം. സ്വാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീനും കിട്ടും. ഇതിൻ്റെ അത് കുറേ ഗൗരിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഗൗരവ ഫിഷിനെല്ലാം കിട്ടും. സ്വാൻ ഇറങ്ങി. ഇതിന് നമ്മൾ ഫിൽറ്റർ വെച്ചുകൊണ്ടാണ് വെള്ളം ഇത്ര വൃത്തിയിട്ടാ. ഇതിന് മേല് വരുന്ന തൂവൽ മാത്രം നമ്മൾ ഡെയിലി എടുത്ത് മാറ്റിയാൽ മതി. ഓക്കെ, മിൻപിനില്ലേ, മിൻപിൻ്റെ ക്രോസിങ് കഴിഞ്ഞിട്ട് ഇന്ന് 54 ദിവസമായി. അപ്പോൾ 60 ദിവസമല്ലേ അപ്രോക്സിമേറ്റ് പ്രസവിക്കുന്ന സമയം. 58 ദിവസം ടു 68 ദിവസം വരെയാണ് പ്രഗ്നൻസി പീരീഡ് പറയുന്നത്. പക്ഷേ നമ്മളെ മുന്നേലും ഇവിടെ പ്രസവിച്ചത് 56 ദിവസത്തിലെല്ലാം പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ടൈമായി. അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. മിൻപി, നമ്മുടെ പൂപ്പിനെ കണ്ട? പൂപ്പിയാന്ന് ഭയങ്കര എന്താ പറയുക, സ്നേഹമാണ്. ഇപ്പം നമുക്കൊരു കാര്യം, ഒരു ട്രീറ്റ് നമുക്ക് കൊടുത്തിട്ട് തുടങ്ങാം. ഇതുണ്ടാ, ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രീറ്റ്. നമുക്ക് എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബദാമും മറ്റിതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ. വന്നിട്ടുണ്ടേ. കം പൂപ്പി, സിറ്റ്, ഗുഡ് ബോയ്. നല്ല ഇരിക്കുന്നുണ്ട്. നോ, സിറ്റ്, ഗുഡ് ബോയ്. ഇതിൻ്റെ സ്നേഹം കാണണേ. അവിടെ മിൻപിനെടുത്തു. മിൻപി കൂട്ടിൽ പോയിന്തോ. മിൻപി, ഓ അതിൻ്റെ മുള്ളു കുത്തിയിട്ട് വേനിക്കുന്നു. ഓക്കെ, പൂപ്പിൻ്റെ സ്നേഹം കാണണം എനിക്ക്. പൂപ്പി ഇങ്ങനെ ചാടി കളിക്കേ. ഭയങ്കര രസമാണ്. പൂപ്പി കം. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കയറുമ്പോണ്ടല്ലോ, പൂപ്പി അപ്പുറത്തേക്ക് ചുറ്റി വരുവേ. അടിക്കടിക്ക് കാണിച്ചു തരാം. ബാ പൂപ്പി. ഇതാ ബാ. എൻ്റെ മോൻ അതിലേ ഓടിയിട്ട് കറങ്ങി വരും. എത്ര ആളതിൻ്റെ ഇടയിൽ കണ്ടെന്നറിയാം, ഒന്നും നോക്കൂല കേട്ടാ. അതാ കണ്ട എൻ്റെ ചെക്കൻ വരുന്ന നോക്കിയാ. അയ്യവാ, എന്തൊരു സ്നേഹം എന്നറിയോ. അതാ മിൻപിൻ മതിച്ചാ. ഇതാണ് നമ്മളെ മിൻപിൻ. കിട്ട്. ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളെ സ്നേഹിക്കുമ്പോൾ ഇതാ മിൻപിനെ കാണിച്ചു കൊടുക്കട്ടെ, എന്നെ കാണിക്കട്ടെ. ഇതാ 54 ദിവസമായി പ്രഗ്നൻ്റ് ആയിട്ട്. ഇവനാന്നിട്ടാ ഫാദർ. നമ്മളെ പിന്നെ പൂപ്പി പറ്റിച്ച പണിയാന്നേ. ഇതണ്ടാ, നല്ല വയറൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇവരിപ്പോൾ 2 ആളി സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവളെ എന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് കടി വിടല്ല. ഇടയ്ക്ക് എന്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ നടക്കാൻ വേണ്ടി വിടും. ഈ പ്രഗ്നൻസിൻ്റെ സമയത്ത് ലാസ്റ്റ് ടൈം നടക്കാൻ വിടുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നടന്ന് കളിക്കും കേട്ടോ. ഇപ്പോൾ പഴയ പോലെ അങ്ങനെ ഓടിക്കളിക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതേപോലെ പൂപ്പിനിപ്പുറം കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങോട്ടും വരുവേ. പൂപ്പി പാ. അതാ എന്നെ വരും, ഇവിടത്തേക്ക് വരുവേ. നോക്കിയേ വാ. ഓ എൻ്റെ പൊന്ന് പാ. പൂപ്പി സാധാരണ ഞാൻ ആടെ പോവാ, അതങ്ങോട്ട് പോകുന്നു. വാ പൂപ്പി, ഗുഡ് ബോയ്. ഇതുണ്ടാ
അയ്യോടാ സ്നേഹം കണ്ട. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മീർക്കാറ്റിനെ പോലെ നോക്കിയേ, കറക്റ്റ് തലയിലും ഇതിങ്ങനെ ചാടി കളിക്കും, ഭയങ്കര രസം. ബാ 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 പൂപ്പി ചാട് ചാടിയേ. ആ എന്താ നിർത്തുന്ന നോക്കിയേ. ആ ചാട് ബാ ചാട് പിടി. ആ രണ്ട് കാലം നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബദാം എടുത്തിട്ട് അങ്ങോട്ട് പോവാം. നമ്മളെ ജീവികൾക്കെല്ലാം കൊടുക്കണ്ടേ. ഇത് രാവിലെ നമ്മളെ ക്ലീനിങ്ങിൻ്റെ സമയമാണ്. ഇതണ്ട ഈ പോണ്ടിലെ വെള്ളം മാറ്റൽ, എല്ലാം പുതിയ വെള്ളം നിറക്കൽ, ഇതൊക്കെ രാവിലെ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ പിന്നെ ഗാറിനൊക്കെ ഉണ്ടോ, പ്ലാറ്റിനം ഗാറ്, നല്ല സൈസ് കയറിയ. അതുപോലെ നമ്മൾ ആ ഫിൽറ്റർ മാറ്റിയതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടോ, ഇതിനകത്ത് വെള്ളം ഉണ്ടെന്ന് ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. അത്രയും ക്ലിയർ ആണ് കേട്ടോ. ശരിക്കും ഓരോ ചെറിയ പോയിന്റ്, എന്നാൽ ഗ്ലാസ് എന്താ ഇതിന് പറയണ്ടത്, എന്നാൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം, അങ്ങനെ ക്ലിയറാണ്. അത് ഫിൽറ്റർ വെച്ചതിന് പിന്നെ മുതലായി എന്ന് പറയാം. അതേപോലെ നമ്മൾ അരാപ്പൈമെൻ്റ് ടാങ്ക് നോക്കിയാൽ ഭയങ്കര ക്ലിയർ ആയില്ലേ. ഇപ്പുറത്ത് തരുന്നു എനിക്ക്, ഇപ്പുറത്ത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണും. മുട്ടിച്ച് വെച്ചോ. ഇപ്പോൾ അരാപ്പൈമക്ക് നല്ല ഫീഡിങ് ആണ്. അപ്പോൾ കൂപ്പിംഗ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു 6 കിലോ എല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ എന്നിട്ട് കൂടി ഇത്രയും നല്ല ക്ലിയർ ആയിട്ട് വെള്ളം നിൽക്കുന്നത്. നമുക്ക് ആദ്യം ഫുഡ് കൊടുക്കാൻ പേടിയാണ്, ഫുഡ് അധികം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വെള്ളം അഴുക്കും. അതുപോലെ നമ്മൾ ജമ്മീനെ വിളിക്കാലോ, ജമ്മി പറഞ്ഞു വരുന്നതാണ്, നല്ല രസമാണ്. ബാ ബാ. ആ അത് പൂപ്പിനെ കണ്ടിട്ടാണ് കേട്ടാ, പൂപ്പിനെ കണ്ട് പേടിച്ച്. ബാടാ ജമ്മി ബാ 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 ബാ. ഗുഡ് ബോയ്. ഇന്ന് ട്രീറ്റ് എടുത്തോ. അത് പേടിച്ചിട്ടാണ് നോക്കുന്നുണ്ട്, നീ വേണ്ട പേടിക്കണ്ട, പോയിക്കോ. അത് ഈ പൂപ്പീടുള്ളതുകൊണ്ട് ഡോഗിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അപ്പുറം ഇപ്പുറം കാണുന്ന ആളാണെങ്കിലും ചെറിയൊരു പേടി എപ്പോഴും ഉണ്ടാവും. കണ്ടാ കണ്ടാ പേടിച്ചിട്ടുണ്ട് എല്ലാവരും. എടാ നീ എന്തിനാ ഇങ്ങനെ ഒക്കെ തന്നെ നടക്കുന്നത്, അതുകൊണ്ടല്ലേ. അപ്പോ ബാ. ആ അപ്പു വന്ന് വേണ്ട, അപ്പു മറ്റേ ഓനെ കടിക്കാൻ പോകുന്നു. നിന്നെ ആർക്കും ഇഷ്ടമല്ല പോലടാ, എൻ്റെ മേലല്ല ഡ്രസ്സിനൊക്കെ അഴുക്കാക്കി. എന്നൊരു കാര്യം ചെയ്യാൻ, ഇങ്ങോട്ടേക്ക് ട്രീറ്റ് നമുക്ക് പിന്നെ കൊടുക്കാം, നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ക്ലാറിനെ കണ്ട, ക്ലാറെല്ലാം നല്ല ഉഷാറായിട്ടില്ലേ. വാ. അപ്പോൾ സെറ്റാണേ. അപ്പോൾ ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും? 10 വയസ്സിന് മേലായിട്ടുണ്ടാവും. അത് നമ്മൾ കോഴി ഫിഷിന് കുറച്ച് ട്രീറ്റ് കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ കോഴി ഫിഷിന് ഇപ്പോൾ 2 ടൈപ്പ് ഫുഡാണ് കൊടുക്കുന്നത്. നമ്മൾ കളർ വരാനുള്ളതും ഗ്രോത്ത് വരാനുള്ളതും രണ്ടും പിന്നെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കൊടുക്കുന്നത്. ബാടാ ബാ 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 ബാ. എല്ലാവർക്കും ഫസ്റ്റ് വരാനൊരു ഇതുണ്ടാവേ. നമ്മളതേപോലെ പിന്നെ നമ്മൾ എയറേറ്റർ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോൾ എയറേറ്റർ ഇപ്പോൾ ഓണാക്കിയേ ഉള്ളൂ. ബാ 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 ബാ. അയ്യവാ. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷാണ് ഫസ്റ്റ് വന്ന്. അതുപോലെ നിങ്ങൾ കോഴി ഫിഷിൻ്റെ പിന്നെ സൈസ് ശ്രദ്ധിച്ചാ കുറച്ച് അധികം കൊടുത്തേക്കാം അല്ലേ. സൈസ് ശ്രദ്ധിക്കണേ, അത്യാവശ്യം എല്ലാം നല്ല സൈസ് മാറ്റം വന്നിട്ടുണ്ട്. നോക്കിയേ കണ്ട, നല്ല തടിയെല്ലാം കൂടി. പൊന്നു ഞാൻ കുളിച്ചല്ലടാ. അതുപോലെ വലിയ സൈസിനെ കണ്ട, വലിയ സൈസിനെ കാണിച്ചാൽ വലിയ കിടിലൻ സൈസ് ഉണ്ട്. ഇതാ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പോൾ വരും, ഇപ്പോഴുണ്ടായില്ല മുന്നിൽ. സൈസ് എന്ന് പറഞ്ഞാൽ 1.5 സൈസ്. ഇത് ഒന്നിതാ. അയ്യോ പോയി, അതല്ല ഇതല്ല കേട്ടാ. കാണിച്ചാൽ ഇപ്പോൾ വരും.
എവിടെ 5 വർഷമായി നമ്മൾ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നല്ലേ. അതാ ഒന്നതാ ഒരു 5-6 ഉണ്ട്. ഇതാടാ ഇതാ എൻ്റെ മോനെ സൈസ് നോക്കിയേ. ഇതാ ഇവനെ പറഞ്ഞ അതാ കിട്ടിയില്ലേ? കറക്റ്റ് കണ്ടില്ലേ? ഓക്കെ എന്നാ എല്ലാവരും കൂടി കഴിച്ചാൽ മതി. ഇതൊക്കെ നനഞ്ഞ് കുളിച്ചാൽ അപ്പം ഇന്നലെ ഫീഡ് ചെയ്ത പോലെ ആയി. അതാ എൻ്റെ പൂപ്പി എടുത്ത് തന്നെ നിൽക്കണ്ട. എന്നാ നീ ഇന്ന് ട്രീറ്റ് അയച്ച് മരിക്കും. ഇതാണ് നമ്മുടെ അയൽവാസിയാന്ന് കേട്ടോ സണ്ണിയേട്ടൻ ആദ്യം നമ്മളായിട്ട് ഭയങ്കര കൂട്ടാന്നേ. ഇപ്പോൾ സണ്ണിയേട്ടൻ പാർക്കിങ്ങിലാക്കി പൈസക്കാരനാകുമ്പോഴേക്ക് നമ്മളെ മൈൻഡ് ആക്കുന്നില്ല. അയ്യോ ഞാൻ അത് ശരിയാക്കപ്പാ. ഇതണ്ട പാപ്പാനാന്ന് വടിയെല്ലാം ഉണ്ട്, മറ്റേ തോട്ടിയെല്ലാം എടുത്തിട്ടാണ് നടക്കുന്നത് അല്ലേ? പാപ്പാൻ്റെ ലുക്കില്ലേ? ഒന്ന് തൊപ്പിച്ചേ ഓണ്ടെ. പഴയ ഇതാന്ന് പുലി. ഇപ്പൊ കഴിയുന്നില്ല വേണ്ടത്. ഇവരെ കണ്ട ജബനി പൂപ്പിനെല്ലാം ഏകദേശം ഒരേപോലെ ഉണ്ടല്ലേ പെട്ടെന്ന് കാണുമ്പോ. പൂപ്പി ഇതാ പൂപ്പി എന്താ ചെവിയെല്ലാം അതേപോലെ പൊക്കിയിട്ട് കണ്ടാ അല്ലേ? ചെറിയ കട്ടുണ്ടാ, ഷേപ്പെല്ലാം ഏകദേശം അത്ര തന്നെ ഉള്ളൂ. ഇതണ്ട ഒരു ചെറിയ മൈസ് ഇതാക്കി കൊടുക്കാനാണ് നമ്മള് ജബന് ട്രീറ്റ് ആയിട്ട് കൊടുക്കാനാണ്. അല്ല ചങ്ങായിമാരെ നിങ്ങൊന്നും ഇത് മാറടാ, എന്നാലും നമുക്ക് എന്തെങ്കിലും നടക്കും. ഓക്കെ ജബ നോക്കി എത്തിയില്ലല്ലോ. എത്ര വൃത്തിക്ക് വെച്ച് കൊടുത്തിട്ട് ഇരിക്കാൻ മടിയാ. അത് ഇഷ്ടമെന്നുള്ള സാധാരണ ഞാൻ കഴിക്കുമല്ലോ. എപ്പം കൊടുത്താലും പ്രശ്നമില്ലാത്ത കൊടുക്കാം. ബാ ഇപ്രാവശ്യം തല തന്നെ കഴിക്കും. ഓക്കെ ക്രൂരൻ കാണുമ്പോൾ എന്താ ക്യൂട്ട്. അപ്പോൾ നമുക്ക് പാമ്പിനെയും കൂടി ഫീഡ് ചെയ്യാം. നമ്മളെ അതുപോലെ പ്രാവിനെയും ഫീഡ് ചെയ്യുന്നുണ്ടോ? രാവിലെ കറക്റ്റ് വന്ന് ചെയ്താൽ എല്ലാവരും ഫുഡ് കഴിക്കുന്നതാ. അതുപോലെ പ്രാവിനെല്ലാം നമ്മൾ ഫുഡ് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓവർ ഫീഡ് ചെയ്യില്ല കേട്ടോ. എല്ലാവരും പ്രാവിന് ഫുഡ് കൊടുക്കുന്നത് തന്നെ വന്നിട്ട് കറക്റ്റ് തിന്ന് തീർക്കും. ഇതിന് കാരണം എന്താണെന്നറിയോ? ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതിലൊക്കെ ഇഷ്ടമുള്ളത് മാത്രം ആദ്യം കഴിക്കും. അല്ലാതെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കറക്റ്റ് കിട്ടൂല. ഇതിലിപ്പോൾ 18 തരം ധാന്യങ്ങളാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പോൾ ഇഷ്ടമുള്ളത് മാത്രം കഴിക്കും, ബാക്കിയുള്ളത് കഴിക്കാണ്ടിരിക്കുമ്പോൾ അവരുടെ ഡയറ്റിൻ്റെ ആളും കിട്ടും. എല്ലാം കഴിക്കുന്നതാണ്. അപ്പോൾ ലിമിറ്റഡ് ഫുഡാകുമ്പോൾ എന്താകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡും എല്ലാവരും കഴിക്കാൻ ബാധ്യതയുണ്ടാവും. അതേപോലെ രാവിലെ വൈകുന്നേരം ഫീഡ് ചെയ്യും. വൈകുന്നേരം ഫീഡ് കൊടുത്ത ഉടനെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ തിരിച്ചെടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് പുറത്തെത്തി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അത് ഇതെല്ലാം എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീഡൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം കൂടി തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫംഗസായിട്ട് മാറും. എന്നിട്ട് അത് പ്രാവ് കഴിക്കുമ്പോൾ പ്രാവിന് പെട്ടെന്ന്, പ്രാവിന് മാത്രമല്ല എല്ലാ ജീവികൾക്കും അത് പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരാനുള്ള സാധ്യത പരമാവധി ഇല്ലാണ്ടാക്കാൻ എന്നാൽ ഫുഡ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചെടുക്കുന്ന രീതിയിൽ. അപ്പോൾ അവർക്ക് വിഷക്കുന്നുണ്ടെങ്കിൽ പുറത്ത് പോയാൽ 1-2 ധാന്യങ്ങൾ ബാക്കി എന്തെങ്കിലും കഴിച്ചിട്ട് തീരും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി കയറാനുള്ള സാധ്യതയില്ല. അതുപോലെ ഫുഡ് പിറ്റേന്ന് കഴിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. നമ്മൾ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടുണ്ടാവും കേട്ടോ. അതിന് എല്ലാ കേസും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒറ്റ അടിയിലേക്ക് പോകുന്ന നോക്കിയാൽ അത് അടിയിലേക്ക് പോകുന്ന നോക്കിയാൽ കിട്ടിയോ ഇല്ല അല്ലേ? അതിങ്ങനെ മുങ്ങി പോകുന്നതാണ് നല്ല രസം. എല്ലാ കേസിലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മളൊന്നും രാത്രി നൊക്ടോണൽ ആനിമൽസിന് മാത്രമാണ് രാത്രി ഫുഡ് വെച്ച് കൊടുക്കുന്നത്. ബാക്കി എല്ലാവർക്കും നമ്മൾ വൈകുന്നേരം എല്ലാ ഫീഡും ഒഴിവാക്കിയിട്ട് കൂടി കാലിയാക്കി വെക്കും. ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നല്ല ഫുഡ് വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇവിടെ ഒറ്റ കൂടുതൽ കാണില്ല. അതിൻ്റെ റീസൺ കാണണം. പണ്ട് മുതലേ നമ്മൾ ഈ രീതി തന്നെ ഫോളോ ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുഡും കൊണ്ട് വരുന്നെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഫുഡും കൊണ്ട് വരുന്നു. അപ്പോൾ എല്ലാ പ്രാവും വരാണ്ട് പ്രാവ് ഏതെങ്കിലും സൈഡിൽ മൂലക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളത് ഫുഡ് എടുക്കാൻ വേണ്ടി വരില്ല. മറ്റേതാവും വിശന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് ഓടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും
ബെസ്റ്റ് മാർഗം എല്ലാവരും ഉണ്ട്. ഫുഡെല്ലാം കഴിച്ച് സെറ്റായി നിൽക്കുകയാണ്. ആകുമ്പോൾ ചെറിയൊരു വിഷം നിലനിർത്തുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് വിഷമുണ്ടോ എല്ലാ ടീമും സെയിം ഫോളോ ചെയ്യുന്നതാ. ലൈറ്റ് ഓൺ ചെയ്യുന്നതാ. നമ്മള് ആൾക്കാർ വിസിറ്റേഴ്സ് കയറുന്ന സമയമാകുമ്പോൾ ഇതെല്ലാം ഓൺ ചെയ്യാറുള്ളത്. പാക്മാൻ നമ്മള് പിന്നെ ഫോഴ്സ് ഫീഡിങ് ചെയ്യുന്നത്. ഇവർ സാധാരണ ഫുഡ് എടുക്കൂല, നമ്മൾ വായി ഇട്ട് കൊടുക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിലും കണ്ട് കാണിക്കാം. അത് അല്ല അത്യാവശ്യം സൈസായി അല്ല ഓക്കെ. കേട്ടാ സൈസ് നോക്കി, എൻ്റെ വിരൽ വെച്ച് മനസ്സിലാവും കേട്ടാ സൈസ്. ഓക്കെ, ഇന്ന് ഏതായാലും അതിനെ ഫീഡ് ചെയ്യുന്ന നോക്കണ്ടേ. ഇപ്പം നമുക്ക് വീഡിയോ നല്ല ലെങ്തായിട്ടുണ്ടോ, നമുക്ക് ആയിട്ടുള്ള വീഡിയോ നോക്കണ്ടേ. നമ്മൾ വെട്ടി പോകാനുണ്ടോ പാമ്പിൻ്റെ വീഡിയോ കുറേ ആയല്ലേ കാണിച്ചിട്ട്. എങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സ്പീഡ് നോക്കിയേ, ഒരു മൈക്രോ സെക്കൻഡാണ്. അപ്പോഴത്തേക്ക് തന്നെ അത് പിടിച്ച് ഞെരിക്കലെല്ലാം കഴിഞ്ഞു. നമ്മൾ പണ്ട് വിചാരിക്കല്ലേ പാമ്പ് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെരിഞ്ഞ് മുറുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം നമുക്ക് രക്ഷപ്പെടാന്നൊക്കെ. ഒന്നും നടക്കൂല കേട്ടോ. നമുക്ക് ബെഞ്ചിങ് കൂടി കൊടുത്തേക്കാം, ഒരാൾ ബാക്കിയുണ്ടല്ലോ. എത്ര ചെറിയ സെക്കൻഡ് കൊണ്ട് പരിപാടി വെച്ച് അതിനൊക്കെ ഒന്ന് ഫുള്ള് ഇതാക്കിയതിന് ശേഷമാണ് തിന്നാം. മെല്ലനെ തല ആദ്യം അകത്തോട്ട് കയറ്റി അങ്ങനെ 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 പതുക്കെ ഫീഡ് ചെയ്ത്. ഇതിപ്പോൾ ഇതിനൊന്നൊന്നും പോരാട്ടാ, ഇതിനൊന്ന് മതി. ഇവനിക്കൊരു അതേപോലത്തെ ആണെങ്കിൽ ഒരു 4 മൈസ് കൊടുക്കും. ഇപ്പം നമ്മൾ സാധാരണ കുറച്ച് വലുതിനെ ഫീഡ് ചെയ്യാം. വലുത് 2 അല്ലെങ്കിൽ 3 കൊടുക്കും. ചെറുതാകുമ്പോൾ 4-5 കൊടുക്കേണ്ടി വരും കേട്ടാ. എന്നിട്ട് പിന്നെ ഒരു 10 ദിവസത്തേക്ക് റെസ്റ്റ് അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെ നോക്കിയിട്ടുണ്ട്. എന്നാൽ പൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് നമ്മൾ ഫുഡ് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് ബോണിക്കും കൂടി കൊടുത്തേക്കേട്ടാ. മറ്റേ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ ഓർക്കിനെ. അപ്പോൾ ബോണിക്കും കൂടി കൊടുക്കണം. ഓക്കെ സെറ്റ്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണ്ടേ, നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. വീഡിയോയിൽ അത്രയും കാണിക്കണ്ടേ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറ്റുന്ന കുറച്ചാൾക്ക് മാത്രം കൊടുക്കാം. അടുത്ത ആൾ വന്നിട്ടാ ഇതോ കൊടുക്കുന്നുണ്ട് എന്നിട്ട് വന്നതാ. ഇവിടെ പെറ്റ് വരുന്നവർക്കെല്ലാം ഇവരെ കാണാൻ വേണ്ടി പറ്റട്ടെ. ഇവരെങ്ങനെ ആടിയിടലുണ്ടോ നമ്മളെ മിൻപിൻ വെയിലുള്ള നോക്കിയാൽ വേണ്ടിട്ട് ഇരുന്നിട്ട്. സൺസെറ്റ് ഉണ്ടാ, കിടിലൻ സൺസെറ്റ്. അതുപോലെ നമ്മൾ ഈ ലഡുവായിട്ട് ഇറങ്ങി എന്താണെന്നറിയോ, നമ്മൾ യൂട്യൂബ് ചാനൽ പെറ്റ് സ്റ്റേഷൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 5 വർഷമായിട്ടാ. അപ്പോൾ 5 വർഷമായതിൻ്റെ സന്തോഷത്തിൽ നമ്മളിതാ ഇവിടെ വന്ന വിസിറ്റേഴ്സിനൊക്കെ നമുക്ക് ലഡു കൊടുത്തിട്ട് പിന്നെന്താ പറയുക നമുക്ക് തുടങ്ങാം. ബ്രോ നമ്മുടെ യൂട്യൂബ് ചാനൽ അറിയോ? ഓക്കെ, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടാ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എടുക്കുക. എവിടുന്നായിരുന്നേ? തിരൂരല്ലേ? ഓക്കെ, ബാ എടുക്കും. വലൈക്കും അസ്സലാം. നല്ല തന്നെ. എവിടുന്നായിരുന്നു? തിരൂർ തന്നെ. ഓക്കെ, ലഡു എടുക്ക്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടാ. അപ്പോൾ നമ്മൾ 5 വർഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ, ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ലഡു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം നമ്മളിങ്ങനെ പറയുന്നത് ഇവിടെ വന്നവർക്ക് മാത്രം നമുക്ക് ലഡു വിതരണം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.